ഈ സീസണിൽ 54 കിരീടങ്ങളിൽ 45 കിരീടം ലക്ഷ്യമിട്ടുകൊണ്ട് മണ്ണിലേക്ക് തിരുവനന്തപുരം നമുക്കറിയാം സീസൺ ഔട്ടാവാൻ ഇനിയും മാസങ്ങൾ കിടക്കുന്ന നിരവധി മത്സരങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം 50 കിരീടങ്ങളുള്ള ടീമാണ് ഹെർക്കുലീസ് വെമ്പായം തിരുവനന്തപുരം. ഇപ്പോഴാ സീസൺ പകുതിയാകുമ്പോൾ തന്നെ 45ലേക്ക് അവർ ചീറിയെടുത്തിരിക്കുന്നു. ഇനി കപ്പുകളുടെ എണ്ണം എത്രയായിരിക്കും സുനിലെ പറയാൻ പറ്റുമോ? തീർച്ചയായും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കടന്നു പോകും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹെർക്കുലീസ് വെമ്പായത്തിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന കളിക്കാർ മനസ്സിലാകുന്ന അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് കൈകരിക്കണം. അമ്പന്മാരുടെ പോരാട്ട ഭൂമിയിലേക്ക് വന്ന ഒരു പേരെ ചാമിയ ആനുകളുടെ കൈയടികൾക്ക് എന്തം പകർന്നുകൊണ്ട് വടംവലി പോരാട്ട കളങ്ങളിൽ ഹെർക്കുലീസ് വെമ്പായത്തിന് തിരിച്ചു നൽകുവാൻ കടന്നു വരുമ്പോൾ ഇനി ഒരു കാഴ്ചക്കാരനൊക്കെ ഒന്ന് കൈയെടുക്കാം, ഉള്ളാർക്കെടുക്കാം. പോരാട്ടം നടക്കുമ്പോൾ അവരെ എത്രയോ ടീമുകളെ സംഭാവന ചെയ്ത പ്രദേശമാണ്. കൈക്കരുത്തിന് മത്സരമാണ്. ഓരോ ചുവടും മുന്നോട്ട് ഒളിമ്പ് ശൂന്യമാക്കി തുടങ്ങുവാൻ ഓരോ ചുവടും പിന്നോട്ട് നാപ്പമാക്കി നടത്തപ്പെടുന്ന ലോകത്തിലെ ഏത് കായിക മത്സരം പരിഗണിക്കുമ്പോൾ മത്സരം നോക്കൂ, എത്ര മനോഹരമാണ്. മിനിറ്റുകളോളം ദീർഘവരെ പണം പിടിക്കുന്ന കായിക ടീമുകൾക്ക് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അറിയുമായി 16 സുഗത യുവജനങ്ങൾ ഒരു കിരീടത്തിന് അവകാശമാണ് ഉന്നയിക്കുമ്പോൾ രാജ്യം ഏറ്റുവാങ്ങാതെ ഒരുപാട് കായിക കിരീടങ്ങൾക്ക് മഞ്ഞക്കുട്ടെന്ന് ശക്തനായ കോച്ചിന്റെ ശിഷ്യർക്ക് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഹെർക്കുലീസ് വെമ്പായം അങ്ങനെ ജയിക്കുന്ന യാത്ര തുടർന്നത്. ഹെർക്കുലീസ് വെമ്പായം 45ാം കിരീടം ലക്ഷ്യമിട്ടുകൊണ്ട് പോരാടുമ്പോൾ ബ്ലാക്ക് ഷാഡോസ് മുത്തുപ്പാറ കോട്ടവാണ്ടിൽ മാറ്റുലയ്ക്കുന്നു. കായിക സ്നേഹികളുടെ നിറഞ്ഞ കഴിയുക ആവേശകരമായ മത്സരം കോട്ടിൽ പുരോഗമിക്കുമ്പോൾ ഇതിനുശേഷം നടക്കുന്ന മത്സരത്തിനായി മുനാഫായി സ്പോൺസർ ചെയ്യുന്ന തിരുപുഷ്പം വെള്ളവറ തിരുവനന്തപുരം വിനീഷാനാണ്. ഇരു ടീമുകളുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച പ്രവേശന കവാടത്തിലുണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, കോട്ടിൽ മത്സരം പുരോഗമിക്കുകയാണ്. ആയും ഗുലുകളും പമ്പയ കുതിരകളും പോലെ മത്സരക്കളത്തിൽ അടങ്ങാത്ത വകയുടെ ഇടങ്ങാത്ത കടക്കുകൾ പറഞ്ഞു തീർക്കുവാൻ 10 പറയുടെ മണ്ണിലേക്ക് കടന്നു വന്ന പോരാളികൾക്ക് കാലം നൽകിയ പേരാണ് ഹെർക്കുലീസ് വെമ്പായം തിരുവനന്തപുരമെങ്കിൽ മറുപുറത്ത് ഹെർക്കുലീസ് വെമ്പായത്തിനെയും പിടിച്ചു കെട്ടുവാൻ കെൽപ്പുള്ള മുത്തിപ്പാറ വളരെ മനോഹരമായ പോരാട്ടം അങ്ങനെ കോട്ടിൽ പുരോഗമിക്കുമ്പോൾ ആ കോട്ട് ടീമിൽ ഉയർത്തിക്കൊണ്ട് ഹെർക്കുലീസ് വെമ്പായം തിരുവനന്തപുരം വ്യക്തമായ കാണികൾ കൈയടിച്ച് സ്വീകരിക്കും. പ്രിയമുള്ളവരെ, ആവേശമുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പള്ളികളടുത്തുള്ള മുന്നേറ്റങ്ങളുമായി ആദ്യ സെറ്റ് മത്സരം വിജയിച്ചുകൊണ്ട് ഹെർക്കുലീസ് വെമ്പായം ആദ്യ സെറ്റ് മത്സരം വിജയിച്ചിരിക്കുന്നു. പോരാട്ടങ്ങൾ വിജയിക്കുന്ന ടീമുകളുടെ മത്സരങ്ങൾക്കായി വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട അവരുടെ എന്തെങ്കിലും പൂർത്തീകരിച്ച വരുവാണോ ഈ മത്സരങ്ങളെല്ലാവരും കടന്നിട്ടുണ്ടെന്ന് പൊതു അറിയിക്കുന്നു. വൈക്കിംഗ് ചന്ദ്രമംഗലം ടീമുകളൊക്കെ കാരണം മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സൂചിപ്പിച്ചതുപോലെ അനുവും തെക്കൻ പഞ്ചായത്തിന്റെ കൈതാരമാണ്. തെക്കൻ പഞ്ചായത്ത് കായികളായ വീണ്ടും ബ്ലാക്ക് ഷാഡോസിന്റെ മുന്നണി പോരാളിയായി എത്തിച്ചേരും. ദേശീയ മത്സരങ്ങൾ പുറകുന്നു. ചക്ര
പോരാട്ടവരും കൈകളാവാകുച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വന്യമായ ബ്ലോക്കിംഗ് ശൈലിയും ആസ്വാദകരമായ ലോഡിംഗ് ശൈലിയും കോർത്തിറക്കൊണ്ട് പോലെ പടത്തിൽ കോർത്തിറക്കൊണ്ട് പ്രിയമുള്ള കായിക പ്രതികളെ പോരാട്ട ബീച്ചുകളിൽ കണ്ട ബീച്ചുകൾ അപ്പുറത്തുകൊണ്ട് വികാസം ലഭിച്ചുകൊണ്ട് ആവേശപരമായ പോരാട്ടത്തിന് വിദേശ നിൽക്കുന്ന ടീമുകളുടെ പോരാട്ടത്തിനായി നെടുമങ്ങാട് കിങ് ചന്ദ്രമംഗലം റെഡിയായി നിൽക്കുന്നു. പോരാട്ടം കൊണ്ട് പുരോഗമിക്കുമ്പോൾ ഇതിനു ശേഷം നടക്കുന്ന മത്സരത്തിനായി ജിനുമോന്റെ സ്മരണയ്ക്കായി മുനാഭാവി സ്പോൺസർ ചെയ്യുക സർവസ്വം വെള്ളറട തിരുവനന്തപുരം പോലീസായാണ് മത്സരം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസുമായും തിരുവനന്തപുരം കോടി മത്സരം ഉപയോഗിച്ചുകൊണ്ട് പോലീസുമായും അടുത്ത മത്സരത്തിനായി ചെറുവർഷം വെള്ളറട വീണ്ടും നിങ്ങൾ കാത്തിരുന്ന അവസരമായ ഒരു പോരാട്ടത്തിന് ജിനുമോന്റെ സ്മരണക്കായി ഉന്നാഭായി സ്പോൺസർ ചെയ്യുന്ന സീസണിൽ 22 കിരീടങ്ങൾ ഉയർത്തിയ മലയാളി കൂട്ടങ്ങൾ എന്ന് ഇവർക്ക് എത്തുമ്പോൾ അതിലും ഒരു പൗരുണ്ടാകും. കാരണം ഇന്ന് ജിനുമോന്റെ സ്മരണക്കായി ആക്കിയ ഈ കളിക്കളത്തിൽ ഉന്നാഭായി സ്പോൺസർ ചെയ്തിട്ടുള്ള ഇതാ ഓട്ടത്തുള്ളിയേക്ക വാസവും സംഘവും ഒപ്പം ഫിനിക്സ് ആര്യാണ്. ഏറ്റവും അധികം ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ടീമാണ് ഫിനിക്സ് ആര്യാണ്. നല്ല കഴിവുകൾ കുട്ടികളെ തിരിച്ച് വേറെ പ്രത്യേകത കൂടിയുണ്ട്. വേറെ പ്രത്യേകത കൂടെ പറയുന്നത് നമ്മളിവിടെ സൂചിപ്പിച്ച അർപ്പണ സമ്മാനം ഏറ്റവും കൂടുതൽ കിരീടം വർഷപ്പോൾ ആ കിരീടത്തെ തടയിട്ടവരെയാണ് ശ്രമിച്ചുകൊള്ളുന്നത്. അവർ തീർച്ചയായും അർപ്പണ സമ്മാനം 50 കഴിഞ്ഞിലെ സ്വീകരിച്ചു പോയതായിരുന്നു. പക്ഷെ അവര് ആ വേദനയ്ക്ക് ഒരു കടിഞ്ഞാനിട്ട് പിടിച്ചെടുത്ത ചെറുപുഷ്പം വെള്ളവരെയാണ് വീണ്ടും ഒരു കളിക്കളത്തിൽ വീണ്ടും അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടനവധിയായിട്ടുള്ള പഴയ കളിക്കാരെ മത്സര കോർട്ടുകളിൽ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള കളിക്കാറുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു വടംവലിക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സജി ഈ കോർട്ട് 1ന്റെ ആ പോസ്റ്റിനോട് ചേർന്ന് മത്സരം കാണുന്നുണ്ട്. സീനിയർ കളിക്കാരനാണ് സജീവ് മൊട്ട എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഇതാ സജീവ് മത്സരം കാണുന്നു. സന്തോഷ് അതിന് കോച്ച് കേരള പെരുന്നൂരിലെ കോച്ച് സജീവിടെ സന്തോഷ് തൊട്ടപ്പുറത്ത് കളി കാണുന്നത് ഒട്ടനവധി സീനിയറായിട്ടുള്ള കളിക്കാരന്റെ കളിക്കളത്തിലുള്ള അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കളി തുടർത്തി ചെറുപുഷ്പം വെള്ളവെള്ള ആടി കളിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. 10 വരെയുള്ള മണ്ണിലേക്ക കാടുമേടും കാട്ടാറും കാട്ടരുവികളും നിറഞ്ഞ കാട്ടാക്കരകളും അതിൽ നിന്നും വെള്ളവര മണ്ണിൽ നടന്നിട്ടുള്ള ചെറുപുഷ്പം വെള്ളവട തിരുവനന്തപുരം പോരാളികൾ കോട്ടിന്റെ വലതു ഭാഗത്ത് കോട്ടിച്ചൂടിൽ മാറ്റിവെക്കുമ്പോൾ ചെറുപുഷ്പം വെള്ളവടയ്ക്ക് ആദ്യ നിമിഷം ലീഡ് നഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലേ? ഫിനിക്സ് ആര്യാണ് ലീഡ് നിർത്തി കോട്ട് വന്നിൽ കയ്യടിയില്ലേ പ്രിയമുള്ളവരെ. ആ ചാമ്പ്യന്മാർക്കെതിരെ ആദ്യ നിമിഷം ലീഡ് നിർത്തിയപ്പോൾ ഫിനിക്സ് ആര്യാണ് ഇന്നലെ മത്സരങ്ങളിൽ ഫിനിക്സ് ആര്യാണ് ഒന്ന് കഴിഞ്ഞു. ഈ സമയം പോരാട്ടം പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമ്മാനമല്ല ചാമ്പ്യന്റെ തടയിട്ട ടീമാണ് ചെറുപുഷ്പം വെള്ള. ഇതിന്റെ 25 കായിക കിരീട മത്സര അത് തീർച്ചയായും നമ്മുടെ കൈയടികളിലെ എപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത മണ്ണിലെ 10 ചെറുപുഷ്പം വെള്ള ഈ ടീമിന്റെ ഫ്രണ്ട് കളിക്കാരൻ മാസു നമുക്കറിയാം ഏറ്റവും നല്ല ഏറ്റവും ശക്തനായ എല്ലാവരും പറയാൻ കളിക്കാൻ കഴിയാത്ത ഏറ്റവും മനോഹരമായ മാസു എന്ന മുന്നണി പോരാൻ പെട്ടെന്നും നിൽക്കുമ്പോൾ കയ്യടിയില്ല ആരും അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ തീർച്ചയായും ഈ മത്സരം ഞങ്ങളുണ്ടാവും. ഈ മത്സരത്തിൽ ചെറുപുഷ്പം അങ്ങനെ നിസ്സാരമായി നിന്ന് പോകാൻ പറ്റത്തില്ല. ഫിനിക്സാരിനാട് ചോർന്നടിക്കും ചെറുകൈകളെ പേരുക വന്ന ബന്ധങ്ങൾ പലപ്പോഴും ആവശ്യങ്ങളിൽ പറയുന്ന പോലെ ഒരു വിദ്യാർത്ഥി കൂട്ടം എന്ന് തന്നെ പറയാവുന്ന കായിക താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി പോരാട്ടം സംഘടിപ്പിക്കുന്നു. കൈയടിച്ചുകളിലെ പോകുന്നവരെ ഈ സ്ത്രീയുടെ നാടും നഗരവും വിഴുങ്ങി വിശപ്പടങ്ങാതെ അല്ലറി അടിക്കുന്ന കടൽ തിരമാലകൾ പോലെ വടംവലി പോരാട്ടത്തിൽ ഞങ്ങൾക്കറിയാൻ ചെറുപുഷ്പം വെള്ള വഴി അവർ നേടിയ വ്യക്തിമുദ്രകൾ അവർ
കിരീടങ്ങൾ തീർച്ചയായും തിരുവനന്തപുരത്തിന് ഏറ്റവും കൂടുതൽ ദൂരം താണ്ടി വന്ന ചെറുപക്ഷത്തിന് കയ്യടിയില്ലേ പ്രിയമുടെ ഒന്ന് കയ്യടിക്കണം നമ്മുടെ പോരാട്ടത്തിൽ എത്രയോ മത്സരപ്പേരുകളിൽ എത്രയോ ചാമ്പ്യൻ ടീമുകൾക്ക് ഇതാ വീർക്കും തോറും വീരം കൂടുന്ന കരുത്തുറ്റ പടയാളികൾ തിരുവനന്തപുരത്തിന്റെ ചാമ്പ്യന്മാർ എത്ര മനോഹരമായി ആ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വ്യക്തമായി ആരിനാണ് താക്കീത് നൽകുന്നു വെല്ലുവിളിക്കുന്നു ഈ പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാകും ആദ്യ സെറ്റ് മത്സരം വിജയിക്കുന്നു. ഇതിനുശേഷം മത്സരങ്ങൾ കൊണ്ട് ആരംഭിക്കും. ആദ്യ മത്സരങ്ങളായി തിരുവനന്തപുരം വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട, രണ്ടാം മത്സരം റോയലാം കറൂർ വേഴ്സസ് സിക്കുവാന കാപ്പിക്കാട്, മൂന്നാം മത്സരം ആദേശ് മണ്ഡല ആദ്യമായതുപോലെ ടീമെല്ലാം അവരുടെ ഒരുക്കൾ പൂർത്തീകരിച്ച് പ്രവേശന കവാടത്തിലുണ്ടാകണം അറിയിക്കുകയാണ്. നീ എവിടെ കയറിടാ ആരനാട് ടീം റെഡി, ചെറുപക്ഷമല്ലോട ടീം റെഡി. വീണ്ടും പോരാട്ടം വരുന്നത് പ്രിയമുള്ള കായിക പ്രേമികൾക്ക് മുന്നിൽ ആദ്യ സെറ്റ് വിജയിക്കുന്ന ചെറുപക്ഷമല്ലോടെങ്കിൽ രണ്ടാം സെറ്റിൽ വ്യക്തമായ നിലയിലെത്തിക്കൊണ്ട് പോസ്റ്റ് വണ്ണിലേക്ക് കൈയടിക്കാൻ നിൽക്കുന്ന മനസ്സുകളെ കൊണ്ട് ആർപ്പിടിക്കുന്ന പോരാട്ടങ്ങളുടെ കണ്ണും മനസ്സും നിറച്ച് പോരാട്ടം നടത്തിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ ചാമ്പ്യനായി എല്ലാവരുടെ ചാമ്പ്യന്മാർ ആശ്രമ മുന്നിട്ട് പോരാളികളുടെ നേരിടുമ്പോൾ ശക്തമായ നേട് ഈ കോരിൽ 10 പേരുടെ മണ്ണിൽ ഞങ്ങളുണ്ടാകുന്നവരുടെ മാനവർക്ക് പാടിപ്പെട്ടിക്കുക പാടൻ പാടുന്ന പാട്ടിന് സുദ്ദേശം പോലെ കഥകൾക്ക് ആര്യനാടിനെ അട്ടിമറികളോട് വിജയിച്ചുകൊണ്ട് ചെറുപക്ഷം വെള്ളറട ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. പ്രിയമുള്ള കായിക പ്രേമികളെ വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നു. വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ ആദ്യ മത്സരത്തിനായി നെടുമങ്ങാട് വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട പ്രിയമുള്ള കായിക പ്രേമികളെ പ്രാഥമിക മത്സരത്തിൽ വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ ആദ്യ മത്സരത്തിനായി ക്ഷണിക്കുന്നു. നെടുമങ്ങാട് വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കടയുടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ മത്സരിക്കുന്നു നെടുമങ്ങാട് ഒരുപാട് വർഷം ഈ കോർട്ടിലുകളിൽ ലഭിച്ചിട്ടുള്ള ടീമുകളാണ്. അപ്പോൾ ഏത് ടീം മത്സരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത ടീം കടന്നു വരണം. ഈ പ്രാഥമിക മത്സരങ്ങളൊക്കെ നമുക്ക് ടീമിന്റെ എടുക്കുന്നതിലാണ് ഒരു മത്സരം ജയിച്ചാലും ക്ലാസ്സിലെത്തി തൂക്കം നിർണ്ണയിക്കുമ്പോൾ 680 ഗ്രാം പരിഗണിക്കില്ല. 100 ഗ്രാം കൂടിയാൽ ടോട്ടൽ മത്സരം ജയിച്ചാലും ടീം പുറത്തേക്ക് പോകും. അതാണ് ഇതിന്റെ നിയമം. ഈ വർഷം വിജയിക്കുന്ന ടീമുകൾ 8 ടീമുകൾ പങ്കെടുക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ എത്തപ്പെടുമെന്ന് അറിയിക്കുന്നു. ഈ മത്സരം വിജയിച്ച് 8 ടീമുകൾ പങ്കെടുക്കുന്ന നോക്കൌട്ട് മത്സരമായ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തപ്പെടുക. പോരാട്ടത്തിന്റെ അടുത്ത മത്സരമായി റോയൽ ആംസ് കറൂർ ഇബ്ബാര പ്രദേശ് കാപ്പിക്കാട് റോയൽ ആംസ് കറൂർ അടുത്ത മത്സരം
അവസരം ആരംഭിക്കുന്നു. പ്രിയമുള്ള കായിക പ്രതികളെ കുത്തിയെഴുതുന്ന കട്ടടികൾ ഉൾക്കരുത്തുമായി വടംവലി കളങ്ങൾ അടക്കി വാഴുന്ന പ്രഗത്ഭ താരതമ്യരാക്കന്മാർന്ന വിജയിച്ചെടുക്കുന്ന ടീമുകളുടെ പോരാട്ടം ഇറങ്ങുമ്പോൾ ഒപ്പം മത്സരിച്ചപ്പോൾ ഒരു നേരിയ ഉയർത്തിക്കൊണ്ട് തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക. നമ്മുടെ എത്രയോ ദൂരം താണ്ടി ഈ പച്ചമരയുടെ മണിലൊക്കെ കടന്നു വരുമ്പോൾ കൈയടിക്കില്ലേ? ഇവിടെ ഞങ്ങളുടെ പച്ചമരക്കാരാണെങ്കിൽ കൈയടിക്കില്ലേ? ഇതാണ് മക്കളിൽ കാട്ടാക്കടയുടെ ചന്ദ്രന്മാർ വടംവലിയുടെ പോരാട്ട വീഥികളിൽ കൽവീഥികളിൽ അക്കിത്തളപ്പുകൊണ്ട് ഇതിഹാസം ധരിച്ചുകൊണ്ട് വെറുക്കുന്ന കമ്പക്കളിൽ കൈത്തരം തമർച്ചുകൊണ്ട് എതിരാളികൾ പരാജയത്തിന്റെ പടുകളിലേക്ക് വലിച്ചെന്ന കമ്പക്കളിലെ യോദ്ധാക്കന്മാർ തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം കരുത്തന്മാരും വടത്തിൽ കമ്പമുള്ള വമ്പന്മാരും സൈന്യത്തെ നിർവീര്യമാക്കുവാനുള്ള മന്ത്രിയ വിജയമായി കാട്ടാക്കടയുടെ ചന്ദ്രന്മാർ വൈക്കിംഗ് ചന്ദ്രമംഗലം. ഇതവസരം ആദ്യ സെറ്റ് തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം ആദ്യ സെറ്റ് മത്സരം വിജയിച്ചിരിക്കുന്നു. പ്രിയമുള്ള കായിക പ്രിയരെ, വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ പോരാട്ടങ്ങളാണ് ചുറ്റിൽ പുറത്തുള്ളത്. വിജയിച്ചിരിക്കുന്ന ടീമുകൾ അടുത്ത മത്സരങ്ങളായി സ്ഥാപിക്കാണ്. രണ്ട് ടീമുകളും അവരുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കണം. ഈ കോർട്ടിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ മത്സരത്തിൽ നടൻ കടന്നു പോകണമെന്ന് കൂടി അറിയിക്കുന്നു. വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ പോരാട്ടം ആരംഭിക്കുന്നു. അവസരം ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇതാ ഉയർത്തുകളിൽ രണ്ടാം സെറ്റിലും വ്യക്തമായി തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം മത്സരതന്ത്രത്തിന്റെ ആവനാളിയുടെ അവസാന ശാസ്ത്രവും വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് തുടക്കുവാൻ ശരീരം വാസ്യം നെഞ്ചിലെത്തിയ വടംവലിയുടെ ജനഭൂമിയിൽ പോരടിച്ചു മുന്നേറുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ചാമ്പ്യൻ പടയാളികളാണ് വൈക്കിംഗ് ചന്ദ്രമംഗലം. വ്യക്തമായി ലീഡുയർത്തുന്നു. പോരാട്ടം ഒരുങ്ങുമ്പോൾ കുത്തുമണിലേക്ക് വൈക്കിംഗ് ചന്ദ്രമംഗലം വിജയപൂരത്തിലേക്ക് ഇത്തടയാളം നേർവടിച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ള കായിക പ്രേമികളെ രണ്ടാം സെറ്റിലും ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചുകൊണ്ട് തട്ടുകട സ്പോൺസർ ചെയ്യുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം മത്സരം വിജയിച്ച് 8 ടീമുകൾ പങ്കെടുക്കുന്ന നോക്കൌട്ട് മത്സരമായ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ മത്സരത്തിനായി റോയൽ ആംസ് കറാവൂർ ഇഗ്വാന ബ്രദേഴ്സ് കാപ്പിക്കാട് ടീമുകൾ വരും. റോയൽ ആംസ് കറാവൂർ ഇഗ്വാന ബ്രദേഴ്സ് കാപ്പിക്കാട് ചീടപ്പാട് കറാറും നിലവിലായ കായിക പ്രേമികളുടെ ടീമുകളൊക്കെ കടന്നു വരുമ്പോൾ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് വടംവലി മാത്രമല്ല നിങ്ങൾ മത്സരിച്ചിട്ടുള്ള ഇവിടെ നിൽക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ്, ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ക്രിക്കറ്റിലും ഫുട്ബോളിലും വോളിബോളിലും കബഡിയിലും ഒക്കെ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഭിക്ഷ അറിയാം. ഇതിന്റെ ഗെയിമാണ്, ഒരു കരുത്തര മത്സരമാണ്. അപ്പൊ ടീമുകൾ കടന്നു വരുമ്പോൾ ഒരു നാടിന് ഒരു ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവരാണ്. ടീമുകൾ കടന്നു വരുമ്പോൾ നല്ലൊരു അസാരവത്തോടെ 10 പേരുടെ മണ്ണിലേക്ക് ക്ഷണിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. ആവേശപ്രദമായ രണ്ടാം സെറ്റ് മത്സരം അല്ലെന്ന റോയൽ ആംസും വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ രണ്ടാം മത്സരമാണ് കൂട്ടിൽ മത്സരിച്ചുകൊണ്ട് റോയൽ ആംസ് കറാവൂർ കോട്ടുമണ്ണിൽ മാറ്റിവെച്ചുകൊണ്ട് ഇഗ്വാന ബ്രദേഴ്സ് കാപ്പിക്കാട് ഇപ്പോൾ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടുമണ്ണിലേക്ക് വ്യക്തമായ ലീഡ് എത്തിക്കൊണ്ട് ഇഗ്വാന ബ്രദേഴ്സ് കാപ്പിക്കാട്
വിജയിച്ചു നിൽക്കുന്ന ടീമുകളുടെ പോരാട്ടമാണ്. ആദ്യ സെറ്റാണ് കോർട്ട് 1ലേക്ക് വ്യക്തമായ നേടിയെത്തിക്കൊണ്ട് പ്രദേശ് കാപ്പിക്കാട് ശബരിനാടിൽ കുത്തിപ്പിടിച്ചെടുത്ത കമ്പക്കയ ഒരു ആവേശമായി കൊണ്ടു നടന്നവർ എത്തിക്കാനിനെയും ഒരു മത്സരത്തത്വം ബാക്കിയില്ലെന്ന് തെളിയിച്ചവർ ഇതാ പറയുകയുടെ മണ്ണിൽ വിജയിച്ചു നിൽക്കുന്ന ടീമുകളുടെ പോരാട്ടത്തിന്റെ ആദ്യ സെറ്റിൽ പോരാട്ടങ്ങളുടെ വിജയനേരം ഏറിക്കൊണ്ട് ഇതാണ് നൂറഞ്ചിൽ നാമങ്ങൾ കത്തിനിൽക്കുന്ന സായം തന്നെങ്കിൽ ഇന്നത്തെ വൃദ്ധമായ മത്സരത്തിൽ കൈക്കരുത്തും കൊണ്ട് പടം നേടാനും നേടാൻ വന്ന മത്സര ഇല്ല ഒന്ന് കൈയടിച്ചാൽ തിരിച്ചു വരും. കുറച്ച് 2 നമ്പറെ ഒന്ന് കൈയടിച്ചാൽ അവസാനം വിളിച്ചുകൊണ്ടിരിക്കുവാൻ ഒരാട്ടത്തിന് പൊതുവണിൽ ആദ്യ സെറ്റ് വിജയിച്ചുകൊണ്ട് റോയൽ ആംസ് കറാബു ആദ്യ സിനിമ വിജയിച്ചുകൊണ്ട് റോയൽ ആംസ് കറാബു ആദ്യ സെറ്റ് പരാജയപ്പെട്ടുകൊണ്ട് കൊട്ടുമണിൽ മറ്റൊരിക്കുന്നു. ആദ്യത്തിന് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയം കായിക പ്രകടനങ്ങളെ കൈകടിച്ചാലും ആർത്ത് വിളിച്ചാൽ ഒരുപക്ഷെ തിരിച്ചു പിടിക്കുവാൻ റിട്ടേൺ പിടിക്കുവാൻ കരുത്തുള്ള തീവ്ര ഇവിടെ കൈകടികളുണ്ടെങ്കിൽ തിരിച്ചു വരും. ഇത് വീണ്ടും പറഞ്ഞു രണ്ടാം സെറ്റ് റിട്ടേൺ പിടിക്കുന്നു. കേവലം വ്യക്തമായ ഒരു തിരിച്ചു വരവ് 2 സെറ്റ് മത്സരം വിജയിച്ചുകൊണ്ട് ഇതാണ് സ്ഥാപിക്കാണ് കായിക പ്രകടന ഇദ്ദേഹം വിദേശ നിൽക്കുന്ന ടീമുകളായ മത്സരത്തിനായി ആദ്യ സന്മന പുനല് ആതിര ഇതമൻ പുനലും 2 ശക്തമായ ടീമുകൾ തമ്മിൽ കൂട്ടിമുട്ടല്. കൊല്ലം ജില്ലയുടെ പുനലൂർ ബെറ്റിന്റെ 2 ചാമ്പ്യൻ ടീമുകളെ ആദരവാണ് ഈ കൊല്ലം ക്ഷണിക്കുന്ന ആദ്യ സന്മന പുനലൂർ ആതിരയുടെ മൻ പുനലൂർ ടീം കടന്നൊരു പഴയ കാലഘട്ടങ്ങൾ ചിന്തിച്ചാൽ നമുക്കറിയാം. ആദ്യ സന്മന പുനലൂരും ആതിരയുടെ മൻ പുനലൂരും ഉണ്ടായിരുന്നില്ല വീണ്ടും ഒരു ചരിത്രം ഓർപ്പിക്കുവാൻ കസ്തുമണിയുടെ മണ്ണിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ആതിര ഇതമൻ ആദ്യ സന്മന പുനലൂർ നല്ലൊരു കൈയ്യടിയാണ്. ആദ്യ സന്മന പുനലൂർ നമ്മുടെ മുന്നിൽ കടന്നിരുന്നത് പ്രിയമുള്ളവരെ ആതിരയുടെ മൻ പുനലൂർ ആദ്യ സന്മന പുനലൂർ നല്ലൊരു കയ്യടിയോടുകൂടി ആദ്യ സന്മന പുനലൂരിനെ സ്വീകരിക്കണം. കൊണ്ടുകടന്നിരിക്കുന്നു ആദ്യ മൺമല പുനലൂർ. നമ്മുടെ 2 പുനലൂർ ടീമാണ്. എന്നാൽ കോട്ട് 2-ൽ ആദ്യ പുനലൂർ കൊല്ലത്തിന് വേണ്ടി മത്സരിക്കുന്ന എന്റെ ഫ്രണ്ട് കളിക്കാരൻ തിരുവനന്തപുരം സ്വദേശി അച്ചുവാണ്. ചിരതാരമായ ലൈസാവുണ്ട്. അപ്പൊ നമ്മുടെ വടവല മത്സരങ്ങളിൽ 54 പോരാട്ട വേദികളിൽ 50 കായിക കിരീടം ഉയർത്തിയ വടികുളം പ്രദേശ് സിനിമാതീകരണ വിജയയുടെ 2ാമത് കളിക്കാരൻ ജസീമാണ് ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് നിർവഹിച്ചു പോയിരിക്കുന്നത്. അപ്പം ശക്തനായ മുന്നണി പോരാളി റോബർട്ട് ഉണ്ണി. അപ്പോൾ തീർച്ചയായിട്ടും തീവാറുന്ന ഒരു പോരാട്ടം ഉണ്ടാകും. ഇപ്പോൾ മുന്നേ മത്സരിക്കുന്ന ഹൈവേറ്റിലാണ്, ഓവർനെറ്റ് മത്സരങ്ങളാണ്.
മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം നാടായി സമീപപ്രദേശത്തെ നാടായി എപ്പോഴും കണ്ടുപരിചയമുള്ള മുഖങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കളുള്ള നാടായതുകൊണ്ട് ഇവിടെ മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഒരുപാട് അഡ്വാൻറ്റേജ്, ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അത് കാണിച്ചേ മതിയാവും. സ്വന്തം തട്ടകമാണ്, സ്വന്തം കായിക പ്രേമികൾക്ക് മുന്നിലാണ്. കരുത്ത് കാണിച്ചേ മതിയാവും. ഈ വർഷം വിജയിച്ചേ മതിയാവും. അഭിമാന പോരാട്ടമാണ്. ആതിര ഇടമൻ പുനലൂർ കൂട്ടുടൂരിൽ മത്സരിക്കുന്നത്. ആതിര ഇടമൻ പുനലൂരും കൂട്ടുമണ്ണിൽ മാറ്റിവെച്ചുകൊണ്ട് RTS വന്മല പുനലൂർ. പോരാട്ടത്തിന് അടുത്ത വർഷമായി വീണ്ടും ഒരു കൂട്ടിയടി പിക്ചറിന്റെ ആനുപാതികത്തിൽ സംഭവിച്ചിരിക്കുന്നു. വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ പോരാട്ടത്തിനായി വടംവലിയിലെ രാജ്യം ഏറ്റുവാങ്ങാതെ മുന്നിലേക്ക് പോയ ഹെർക്കുലീസ് എംബായും, എന്നാൽ ആ മുന്നിലേക്ക് പോയ ടീമിനെ പരാജയം അറിയിച്ച ചെറുപക്ഷം വെള്ളാടും തമ്മിലുള്ള പോരാട്ടമാണ് അടുത്ത മത്സരം. തീർച്ചയായും നമ്മളെവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം. ഇരു ടീമുകളും റെഡിയാവും. അവസരം ആരംഭിക്കുന്ന പ്രിയമുള്ളവരെ, ഇനിയും നിങ്ങളുടെ നിശബ്ദതയല്ല, നിങ്ങളുടെ കൈയടികളാണ് ആവശ്യമുള്ള. കൈയടിച്ചാൽ, ഒന്നാർത്ത് വിളിച്ചാൽ കൈക്കരുത്ത് മേക്കരുത്ത് കൊണ്ട് വടംവലി കൊണ്ട് മേലാളം മാറാകാൻ വന്നു ആവേശാരവങ്ങളുടെ പുതിയ താരങ്ങളെ കാട്ടിക്കൊടുത്ത പോരാട്ടങ്ങളിലൂടെ വടംവലിയുടെ സുപ്രസിദ്ധമായ പോരാട്ട വീഴ്ചകളിൽ നിന്നും ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നിൽക്കുമ്പോൾ കൈയടിച്ചൂടെ? നമ്മുടെ ഉണ്ണിക്ക് കൈയടിയില്ലേ? ഇവിടെ അച്ഛന് കൈയടിയില്ലേ? ആദ്യമായിട്ട് മത്സരിക്കുന്ന കോട്ടുകളിൽ ഈ കോട്ടുകളിൽ നല്ല സൗഹൃദമുള്ള രണ്ട് ടീമുകളാണ്. പരസ്പരം അറിയാവുന്നവരാണ്. കൊണ്ടും എടുത്തും കേട്ടും കേട്ടറിഞ്ഞുള്ളവരാണ്. പക്ഷേ കോട്ടിനുള്ളിൽ വടത്തിൽ പിടിമുറക്കിയ യാതൊരു കോംപ്രമൈസും തയ്യാറാവാത്ത രണ്ട് ചാമ്പ്യൻ ടീമുകളുടെ പിച്ചറിന്റെ ആനുപാതികത്തിൽ കുറ്റമുട്ടിയപ്പോൾ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. വെല്ലുവിളി വെക്കുന്നു. ആതിര ഇടമൻ പുനലൂരെ വെല്ലുവിളിച്ചുകൊണ്ട് കൊച്ച് മണ്ണിലേക്ക് ഒരു 2 അടിയോളം വീട് വലിച്ചു മുറുക്കിപ്പോൾ ആ നേരത്തെ പിടിക്കുന്നു. ഇഞ്ചുകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ആതിര ഇടമൻ പുനലൂർ. പ്രിയമുള്ള കായിക പ്രേമികളെ, നിങ്ങളുടെ നിശബ്ദതയല്ല അവർക്ക് കരുത്തുണ്ടാവണമെങ്കിൽ, അവർക്ക് കായിക ക്ഷമത കൂടണമെങ്കിൽ, നമുക്കറിയാം മറ്റുള്ള മത്സരങ്ങളൊക്കെ മുന്നിലേക്ക് പോകുമ്പോഴാണെങ്കിൽ വടംവലി എന്ന ഈ കായിക മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ പോരാട്ടം കൊണ്ട് മുന്നോട്ട് കൊണ്ടുവ പ്രിയമുള്ള കായിക പ്രേമികളെ, ശക്തന്മാർ, കരുത്തന്മാർ വലിച്ചു മുറക്കുന്നു. വെല്ലുവിളി ചെറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടുകൾക്ക് മുന്നിൽ പതറാത്ത ചന്ദ്രവെപ്പും തകരാത്ത മനസ്സും ചോരാത്ത കരങ്ങളുമായി അച്ചുവെന്ന മുന്നണി പോരാളി ഉണ്ണിയെ വെല്ലുവിളിക്കുന്നു. പുനലൂരെ വെല്ലുവിളിക്കുന്നു. ഇത് ആതിര ഇടമൻ പുനലൂർ ലീഡെത്തുമ്പോൾ കായിക പ്രേമികളെ കോട്ടുമണിൽ കയ്യടിയില്ലേ? RTS വന്മല പുനലൂരിന് കയ്യടിയില്ലേ? പോരാട്ടം അങ്ങനെ തുടങ്ങുന്നു. പോരാട്ടം 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 തുടങ്ങുന്നു. എതിരാളികളെ കണ്ടിച്ചും കബളിപ്പിച്ചും തന്റെ ദിശയെ കവടമെടുത്ത് കയറിയെത്തുമ്പോൾ ഓർത്ത് തന്റെ കുന്തമല കൊണ്ട് കുത്തിയാലും കുത്തി പറയാതെ ചാലും ചരിഞ്ഞും ചരിഞ്ഞാടി എതിരാളികളെ കണ്ടിച്ചും കബളിപ്പിച്ചും തന്റെ ദിശയിലേക്ക് വടമെടുത്തുകൊണ്ട് നീടകെത്തുന്ന പോരാട്ടം തുടങ്ങുമ്പോൾ ഉയർക്കും തോറും വീരം കൂടുന്ന കരുത്തുറ്റ സൈന്യങ്ങൾ ആ കോട്ടിന് രണ്ടിലേക്ക് ആടും നഗരവും വിഴുങ്ങി വിശപ്പടങ്ങാതെ അലറി അടിക്കുന്ന കടൽ തിരമാലകൾ പോലെ മതം പൊട്ടി മതിച്ചു കുതിച്ചു വരുന്ന മലയാളിയെ പോലും ഒരു മുഴം കയറിൽ കെട്ടിവലിക്കാനുള്ള കപ്പാസിറ്റി അവർ വന്ന മത്സരങ്ങൾ അവർ നേടിയ കിരീടങ്ങൾ ഓർമ്മയിലേ ഒന്ന് വിഘടിച്ചാൽ ഒന്നാഴ്ച വിളിച്ചാൽ പ്രിയമുള്ളവരെ ഒന്ന് ഈ പോരാട്ടത്തിൽ എത്രയോ മത്സരക്കോട്ടുകളിൽ പഴയ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയെ ഡാംഗിയ പെരുമയുടെ മത്സരങ്ങൾ പോലെ ആയിരങ്ങൾ കൈയടിച്ചപ്പോൾ തിരിച്ചു വന്നവരല്ലേ പുനലൂരെ ആക്കി നൽകിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ആതിര ഇടമൻ പുനലൂർ ആദ്യ സെറ്റ് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും 2ാം സെറ്റിൽ തിരിച്ചു വരുവാനുള്ള കഴിവും കപ്പാസിറ്റിയും കാര്യങ്ങളുള്ള ശക്തമായ ടീമാണ് RTS വന്മല പുനലൂർ. തീർച്ചയായും നല്ലവരായ കായിക പ്രേമികളുടെ കൈയടി ഉണ്ടെങ്കിൽ 2ാം സെറ്റിൽ ആദ്യ സെറ്റ് പരാജയപ്പെട്ടവരും 2ാം സെറ്റ് തിരിച്ചു വരുവാൻ കഴിവുള്ള RTS വന്മല പുനലൂരാണ്. ആദ്യ സെറ്റ് പരാജയപ്പെട്ടുകൊണ്ട് പരാജയം മരണതുല്യമാണെന്ന് തിരിച്ചറിവോടെ വിജയത്തിന്റെ ജീവനക്കാരുടെ തിരിച്ചറിവോടെ
ഇവിടെ ഞാൻ അങ്ങ് മാറട്ടെ, പിന്നെ നീ അങ്ങോട്ട് വന്ന് കഴിക്കണം. മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് 34 മറ്റെടുക്കുമ്പോൾ ആദ്യ സെറ്റ് മത്സരം പരാജയപ്പെട്ടുകൊണ്ട് പാലന്ത് കോഴിക്കോട് ആർജേസ് മന്മലപുരലൂർ നാടുകൾ കയറി സ്വീകരിക്കൂ. ആവേശകരമായ മത്സരം കൂടി പുരോഗമിക്കുമ്പോൾ ഒരു ടീമിനൊരു കോച്ച് അതേപോലെ ടീമിന് ബാധകമാണ്. ഇതാ വീണ്ടും നിർവഹിച്ചുകൊണ്ട് ആദ്യമായിട്ട് കയറി സ്വീകരിക്കുമ്പോൾ കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് മുന്നിൽ ഫൈനൽ മുന്നേറുന്നു. വടംവലിയുടെ ചാമ്പ്യൻ പടയാളികൾ 21 വയസ്സിന്റെ ചാമ്പ്യന്മാർ ആളുകളൊന്ന് സൂക്ഷിച്ചിരുന്നു. ഈ പരിവാറും ഒരു മത്സരം ഡിസംബർ മാസം 23-ാം തീയതിയാണ് അവസാനമായി ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത്. അതിന്റെ ഫൈനലിൽ ചെറുപക്ഷം വെള്ളവരെയും ഹെർക്കുലസ് സമ്മാനം തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിന്റെ വിജയം ചെറുപക്ഷം വെള്ളവട തിരുവനന്തപുരമായിരുന്നു. ആ കണക്ക് തീർക്കാൻ വീണ്ടും വന്നിരിക്കുന്നു 10 പറയുടെ മണ്ണിലേക്ക്. തീർച്ചയായും അവസാനമാർക്കും കൂട്ടുപിടിക്കപ്പെട്ടത് അലയൻസിന്റെ മത്സരക്കോട്ടിൽ അന്ന് വിജയം ചെറുപുഷ്പത്തിനായിരുന്നു. ചെറുപുഷ്പം പറഞ്ഞു വന്നു രാജ്യത്തിന്റെ സൂചനയ്ക്കായി സ്പോൺസർ ചെയ്യുന്ന ചെറുപുഷ്പങ്ങളുടെ തിരുവനന്തപുരമെങ്കിൽ മാറുമറക്ക കലയിൽ സ്പോൺസർ ചെയ്യുന്ന സമായം തിരുവനന്തപുരം. റെഡിയാക്കാൻ പറയണേ. ശേഷം പരാജയപ്പെട്ടവർക്ക് അവസരം കൂടി നൽകുന്ന ബെസ്റ്റ് ഓഫ് 1 മത്സരം ലൂസേഴ്സ് മത്സരം ആരംഭിക്കും. ആദ്യ മത്സരം കാർത്തിക പ്രവാന്തൂർ ആഹാന്റെ മണ്ണാറ്, രണ്ടാമത് മത്സരം അലയൻസ് നമ്പൽ കാലിന്റെ തുണിക്കോട്, മൂന്നാമത് മത്സരം റൈറ്റ് സൈഡ് 5 വയസ്സ് ജ്വാലാക്കാവുള്ള പത്തനംകോട്, നാലാമത് മത്സരം പാറ ഫിനിക്സ് ആര്യനാട്. ഇതേപോലെ നമ്മുടെ ഒരുക്കം പൂർത്തി മത്സരങ്ങളാവണം. പരാജയപ്പെട്ടവരാണ് ഒരു അവസരം കൂടി നൽകുന്ന മത്സരമാണ്. ബെസ്റ്റ് ഓഫ് 1 മത്സരമായിരിക്കും. വിജയിച്ചാൽ തുടർന്നുള്ള മത്സരങ്ങൾ മത്സരിക്കാൻ പരാജയം 15 സ്ഥാനം കരസ്ഥമാക്കി പറഞ്ഞു. ഫൈനലിന് മുന്നോടിയായിട്ടുള്ള ഫൈനൽ ചിലത് പറയുവാനുണ്ട്, ചില കണക്ക് പറഞ്ഞു നിൽക്കുവാൻ. ഒരിക്കലും ഞങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. ഞങ്ങൾ വന്ന വഴികൾ ഞങ്ങൾ നേടാൻ വേണ്ടി വന്നതാണ്. 45 കിലോമീറ്ററുണ്ട്. ഞങ്ങൾ വെള്ളക്കാരാണ്. ഞങ്ങളുടെ കാടും കാട്ടാറും തിരുവനന്തപുരം ഉള്ള പ്രദേശം.
ഞങ്ങൾ ജയിക്കും. 10 വെമ്മായത്തിന് വെല്ലുവിളി എത്തുന്നു. ഇതൊരു ഫൈനൽ മത്സരമാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു. വിളംബരന്റെ പര്യാവർത്തനം അപ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, എന്റെ സ്നേഹിതൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇവിടെ നമ്മുടെ ടീമാണ്. നിങ്ങളെല്ലാം ആവേശം ഉണ്ടാവണം. നിങ്ങളെല്ലാം വിശ്വാസത്തിലാണ് നമ്മളെ വെല്ലുവിളിച്ചത്. നമ്മൾ നിങ്ങളെ തയ്യാറല്ലേ? ചെറുപക്ഷത്തിന് വേണ്ടി നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും ഉണ്ടാവും. Okay, ready? Okay. Yes! ആരംഭിച്ചു. ഇപ്പോഴി മാറുന്നു. സേവനിക്കും കാത്തിരിക്കും. നിങ്ങൾക്ക് മുമ്പിൽ 45 കിരീടങ്ങളുമായി നിങ്ങൾ 45 കിരീടവേറ്റകൾ ഡിസംബർ മാസം 23-ാം തീയതി ഇറങ്ങും. ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? തെറ്റുകൂട്ടുകാർ അവർ പ്രകടനവരാലും ബഹുമാന രാജ്യങ്ങൾ തലയെടുപ്പുള്ള മുന്നണി പോരാളിയാണ്. അത് കൈയടിയില്ലേ? ഒന്ന് കൈയെടുക്കാം. വെല്ലുവിളി എത്ര കയറണോ? ആ വെല്ലുവിളി എത്ര നോക്കണ്ട. കണക്കുകൾ മാറ്റിവെക്കാതെ കണക്കുകൾക്ക് ഇതാ മഞ്ഞക്കുപ്പായക്ക, ഇതാ 10 പേരുടെ മുന്നിൽ ആരിത്തിവർക്കുന്നു. ഇല്ലവേ സുഹൃത്തെ, പച്ചയും ചുവപ്പ് പടഞ്ഞേ ചെറുപക്ഷം വെള്ളടക്കാർ എത്ര ഓടിയാണ് ഞങ്ങൾ തിരിച്ചു വരും. 9 തിരിച്ചു ചരിത്രമുള്ളവരല്ലേ? നാടിളക്കി നഗരമിളക്കി നാക്കാലകളിൽ നായാട്ടം നടത്തി നരിയും നരിവാനും നടക്കില്ലല്ലോ എന്ന് വെല്ലുവിളിയായി മുന്നേറുന്നു. കണ്ടോ? ഒന്ന് കൈയെടുക്കും. കോട്ടുകൾക്ക് മുൻപിലേക്ക് ഇതാ കൊണ്ട് ഒരുപക്ഷേ കാത്തുകടങ്കൽ കൂട്ടങ്ങളെ പോലെ മാറ്റിവെച്ച വീണ്ടും വീണ്ടും നേരിടുന്നു. എതിരാളികളുടെ പ്രസക്തന്മാരാണെങ്കിൽ എനിക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന വെടികെട്ടുകൾക്ക് മുന്നിൽ പുതരാത്ത ചങ്കടപ്പും നഗരാത്ത മനസ്സുമെന്ന കരുത്തുള്ള പുന്നരി പോരാളികൾ. ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കായിക താരങ്ങൾ നമുക്ക് പോരാട്ടം കൊണ്ട് വീരംകൊട്ടിക്കൊണ്ട് ഉയർത്തുന്നവരും വീരം കൂടുന്ന കരുത്തുറ്റ പോരാളികൾ ഞങ്ങൾക്ക് മുന്നിൽ മത്സരിക്കുന്നു. ആവേശകരമായ പോരാട്ടത്തിൽ സൈനികരെ എല്ലാ മനോഹര വാദങ്ങളിലും മത്സരക്കോട്ടിൽ മാറ്റിവെക്കുവാൻ കഴിവുള്ള 45 കിരീടത്തിന് അവകാശികൾ 46-ാം കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് 10 പേരുടെ മണ്ണും ഇതാ ഓരോ ചൂടുകളും ഇതാ പുറകോട്ട് ആവേശകരമായി ഇവരെ പായമ്പലുകളും പന്തയ കുതിരകളും പോലെ കളിക്കളത്തിൽ അടങ്ങാത്ത ഒടുങ്ങാത്ത വകയുമായി മത്സരിക്കുമ്പോൾ പോരാട്ടം നടക്കുന്നു. കായിക പ്രേമികളെ പടപെട്ട സമ്മാനം മാറിക്കൊണ്ട് ഒരു ദേശത്തിന് വേണ്ടി ഒരു ജില്ലയ്ക്ക് വേണ്ടി നാടിന് വേണ്ടി മത്സരിക്കുമ്പോൾ കൈവേടിയില്ലേ? തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറ്റവും പടക്കുതിരകൾ 8 പോരാളികൾ നിങ്ങൾക്ക് മുമ്പിൽ ചാരും ചരിഞ്ഞും ഒരു വലത്തോട് വഴിപോകും പറഞ്ഞും ഒരു വലത്തോട് പിന്നലും പറഞ്ഞും പോരാട്ടം സംഘടിപ്പിക്കുന്നു. നിങ്ങളുടെ മലംമുട്ടി മരിച്ചു വരുന്ന മതകാരെ പോലെ മറുപടിയും കാര്യം കെട്ടുവരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ചാഞ്ഞും ചെരിഞ്ഞും ചെരിഞ്ഞാടും എതിരാളികളെ കളിച്ചും കബളിപ്പിച്ചും തന്റെ ദേശത്തേക്ക് വടവെടുക്കാൻ കഴിവുള്ള വാസുകൾ കയ്യടിയില്ലേ? ആവേശകരമായ പോരാട്ടത്തിൽ അപ്പുറത്തെ കൈയടി കേട്ടോ. ഒന്ന് കൈയടി സ്വീകരിക്കുന്നവരെ പ്രിയങ്ങളെ നിങ്ങൾ കൈയടിക്കണം. കാരണം ലൈലെ പ്രണയിച്ച മഞ്ജുവിനെ പോലെ, ഷാജഹാനെ പ്രണയിച്ച മുല്ലാസിനെ പോലെ, മൊയ്തീനെ പ്രണയിച്ച കാന്തേനെ പോലെ ഈ വടംവലികളെ കമ്പക്കന്നെ സൂത്രമാക്കിയത് ഇടനെഞ്ചിനെ തുടിപ്പ് പോലെ കാത്തു സൂക്ഷിച്ച ചെറുപക്ഷത്തിന് കൈയടിയില്ലേ? ഒന്ന് കൈയടിക്കണം. ഇതാ പോരാട്ടം 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 നടന്നു. ആവേശകരമായ പോരാട്ടത്തിൽ വീണ്ടും 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 വീണ്ടും
ഒന്ന് കൈയടിക്കാൻ പ്രിയമുള്ളവരെ, നാടും നഗരം വിലങ്ങി വിഷപ്പെടങ്ങാതെ അലറി അടിക്കുന്ന കടൽ തിരമാലകൾ പോലെ അവർ കൈയടിക്കാൻ എത്ര മാനസികമായ പോരാട്ടം എങ്ങനെ മുദ്രപ്പെടുന്നു. പോരാട്ടം സംഘടിപ്പിക്കുന്നു. ആവേശകരമായ പോരാട്ടം. ഒരു സാധാരണ സ്മരിപ്പിക്കുന്ന ഒരു നാല് നമുക്ക് മത്സരിക്കുക. നിങ്ങളുടെ കയ്യടികളാണ് അതെ ഇത്രയും നമ്മുടെ മത്സരം ആദ്യ സത്യത്തിൽ കൊടുത്തുകൂടാ. കയ്യടിയില്ലേ പ്രിയമുള്ളവരെ? ഈ മത്സരം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൈയടിച്ചേ. ഹലോ സുഖാല്ലേ? സുഖാല്ലേ? ഹലോ പരാജയപ്പെട്ടവർക്ക് അവസരങ്ങളിൽ നൽകുന്ന വിഷ്ടപ്പെട്ട മത്സരം ആരംഭിക്കും. അർജുനാപരമന്തൂർ ആഹാ നെടുമങ്ങാട് അതിനുശേഷം മനേഷ് വിളമ്പൽ ചാനൽ കോഴിക്കോട്. അതിനുശേഷം നടന്ന മത്സരം അഞ്ചൻ ജോലാക്കാവിള പത്തനംതിട്ട. അതിനുശേഷം നടക്കുന്ന മത്സരം ബ്ലാക്ക് ഷാഡോസ് മുത്തിപ്പാറ ഫിനിക്സ് ആര്യനാട്. തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ മത്സരം കണ്ടവരും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ കോട്ടുകളിൽ അവർ ശത്രുക്കളാണെങ്കിൽ കോട്ടുകളിൽ നല്ല സൗഹൃദമുള്ളവരാണ്. ഒരുപാട് സ്നേഹം നിലനിർത്തുന്നവരാണ്. അവരെയാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി 8-16 യുവനങ്ങൾ. മറ്റുള്ള മത്സരങ്ങൾ പോലെ തന്നെയാണ് നമുക്കറിയാം ഇവിടെ മത്സരിക്കുന്ന ടീമുകൾ ഒരുപാട് സൗഹൃദം. ഓളെ കുറയ്ക്കരുത്. ഒരുപാട് നെഗറ്റീവാണ് നടക്കുന്നത്, ശ്രദ്ധിക്കണം. ഒരുപാട് സ്നേഹം നിലനിർത്തുന്ന ടീമുകളാണ്. പക്ഷെ മത്സരം എന്ന് പറയുമ്പോൾ അതിന് കായിക മത്സരമാണ്, ഒരു ഗെയിമാണ്. അതിന് ടീം സ്പിരിറ്റ് ഉണ്ടാവും. ആ ടീം സ്പിരിറ്റോടുകൂടി ഇവിടെ പറഞ്ഞത് ഡിസംബർ മാസം 23-ാം തീയതി കിളമ്പലിൽ മത്സരിച്ചപ്പോൾ ഒരുപാട് കായിക കിരീടങ്ങൾ ഈ സീസൺ ഉയർത്തിയ ടീമായിരുന്നു. 65 കിരീടമെത്തിയ ടീമാണ് എന്നാൽ ഡിസംബർ 23-ാം തീയതി കിളമ്പലിൽ മത്സരിച്ചപ്പോൾ ആ ടീമിനെ പരാജയപ്പെടുത്തിയ ചെറുവിഷമാണ്. അതൊരു ഗെയിമാണ്. മത്സരങ്ങളിൽ ജയവും പരാജയം എപ്പോഴും ഉണ്ടാകാം. അത് വേണം ആവർത്തിക്കുവാൻ. പോരാടിക്കുമ്പോൾ കായിക പരമകളെ ഇവിടെ മത്സരിക്കുമ്പോൾ രണ്ട് ടീം നമ്മുടെ സഹോദരങ്ങളാണ്, കൂട്ടുകാരാണ്, ബന്ധുക്കളാണ്. അവൻ നല്ല നിറഞ്ഞ കൈകളിലുണ്ടാവും. ഈ സീസണിൽ 44 കിരീടമൂർത്തി, 45ാമത് കിരീടമൂർത്തുവാൻ ഹെർക്കുലീസ് എംബാങ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഹെർക്കുലീസാണ്. ആ ഹെർക്കുലീസിന് വേണ്ടി നിങ്ങൾ കൈയ്യടിക്കാം. ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് ഹെർക്കുലീസ് എംബാങ്. അതിന് മറുകണ്ഠം ചാടി ഞാൻ നിൽക്കുന്ന നിർദ്ദേശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ടീം നമ്മളെ ടീമാണ്, അങ്ങനെ കാണാം. അത് പ്രത്യേകിച്ചൊരു പ്രോട്ടോകോൾ ഇല്ല, അത് ഡിസിപ്ലിനായിട്ട് അപ്പൊ പറയരുത്. രണ്ട് ടീം ഞങ്ങൾ തുല്യരാണ്, ഞങ്ങളുടെ ടീമാണ്. അപ്പൊ പറഞ്ഞു മാറി. ഓക്കെ, 44 കിരീടമർത്തി 45ാമത് കിരീടമെത്തുവാൻ സർവക്ഷം ഡിസംബർ മാസം 23-ാം തീയതി ഞങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇവിടെ ഞങ്ങൾ 10 പേരുടെ മണ്ണിൽ നല്ല സുലഭാണ് എപ്പോഴായി. അപ്പൊ ഈ സത്യങ്ങൾ ജയിക്കല്ലോ.
പരാജയപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ ഏഴ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആർപ്പുമണി ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടാം സെറ്റ് തിരിച്ചു വരുവാൻ കഴിയും. ജനപുഷ്പങ്ങളോട് തിരുവനന്തപുരത്തിന് സമ്മാനത്തിന് ഒരു താക്കീത് നൽകിക്കൊണ്ട് രണ്ടാം സെറ്റ് തിരിച്ചു വിളിക്കുവാൻ ശ്രമിക്കുന്നു. ആളുകളൊന്ന് കൈയടി നസിയാറുണ്ട്. നിങ്ങളുടെ കൈയടിയിലെ ചിന്തകളും തിരിയുടെ മറ്റ് രാജാവിന്റെ നിലപാടുകളെ വിജയിച്ചെന്മാർ എത്തിയപ്പോൾ ജന്മനാട് അടക്കമായി പോരാട്ട പോവുകയും തിരിയുടെ മറ്റുള്ള കൈയടിയില്ലേ ഞങ്ങൾക്കറിയാം. അവർ രണ്ടാം സെറ്റിൽ തിരിച്ചു വരുമെന്ന് സന്ദേശമെത്തുന്നു. അവരുടെ ഇന്നത്തെ ഊർജ്ജം അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് ജിനമോന്റെ ഊർജ്ജമാണ്. കത്തുമറയുടെ മത്സരത്തിൽ കത്തുമറയുടെ പോരാട്ടമാണെങ്കിൽ ജിനമോന്റെ നാമനത്തിന് വെള്ളുമ്പോൾ കൈയടിയുടെ വടങ്ങിന് കൂടി 44 കിരീടമൂർത്തികളാണ് ഞങ്ങൾ. ആ ഞങ്ങളെ സ്വന്തം കായിക പ്രേമങ്ങൾക്ക് മുന്നിൽ ഏറെ മാശുകളെ ഈ പോരാട്ട ഭൂമിയിൽ നേരം കാണുന്ന കരുത്തുറ്റ പ്രോത്സാഹനം ഒന്ന് മനുഷ്യർക്ക് പ്രേരണയില്ല. നിരീക്ഷേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ശക്തനായ കോച്ചാണ് ഞങ്ങൾക്കുള്ളത്. പ്രാദേശികമായ പോരാട്ടത്തിൽ ജനപുഷ്പങ്ങളോടൊക്കെ നീടുവിളിക്കുന്നു. കയ്യേറിക്ക് തീർച്ചയായും നിങ്ങളുടെ കയ്യേറി കൊണ്ടെങ്കിൽ തിരിച്ചു വരും. ജനപുഷ്പം തിരിച്ചു വരും. മണ്ണിനോടും മഴയോടും കാറ്റിനോടും മേലിനോടും പതിനേഴ് കാലം വെച്ച പേർ വടമലക്കാർ. ആ വടമലക്കാരാണ് നാടും നഗരം വിഷപ്പെടങ്ങാതെ അല്ലറി അടിക്കുന്ന പോലെ മണിക്കുട്ടിന്റെ ശക്തനായ കോച്ച് വീണ്ടും പന്തകൾ പറയുന്നു. കോച്ച് പഠിച്ചു കിടക്കുന്നു. പോരാട്ടം 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 വളരെ പോരാട്ടമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ തിരുവനന്തപുരം ആവേശകരമായ പോരാട്ടം തന്നെ മനസ്സിലേക്ക് നാർപ്പ് വിളിക്കുന്ന പോരാട്ട പിറവിയോടെ വടകര സമ്മാനമാണെന്ന് എന്റെ കായിക പ്രേമികൾ നമ്മുടെ ടീമല്ലേ എന്ന് കൈയടിച്ചോടെ കായിക പ്രേമികളെ മാറ്റിമറിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമികയിൽ ജനപുഷ്പത്തിന് അങ്ങനെ പരാജയപ്പെടുവാൻ കഴിയുമോ? 10 വരയുടെ മണ്ണിൽ അങ്ങനെയൊന്നും പരാജയപ്പെടുവാൻ കഴിയില്ല. നിങ്ങളൊന്ന് കൈയടിച്ചാൽ ഇരുവരും ഇതാ ആവേശകരമായ പോരാട്ടം. അങ്ങനെ ഈ സിദ്ധരിൽ 44 കായിക കിരീടമാണ്. ഇതാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ടവർക്ക് ഒരു അവസരം കൂടി നൽകുന്ന ബെസ്റ്റ് ഓഫ് മത്സരം ആരംഭിക്കും.